والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورتل القرآن ترتيلا. നാം വിശുദ്ധ ഖുർആൻ പഠനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഖുർആൻ പഠനം വളരെ പ്രാധാന്യമേറിയതും ഒരുപാട് മേഖലകളിലേക്ക് വെളിച്ചം നൽകുന്നതുമാണ്. ഖുർആൻ പഠനം ഒരു പ്രത്യേക തരത്തിലേക്ക് ചുരുക്കി നിർത്താൻ നമുക്ക് സാധ്യമല്ല. എല്ലാ തലത്തിലും ഖുർആനിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഖുർആൻ വായന വളരെ പ്രധാനമാണ്, പാരായണം, അതുപോലെ തന്നെ എഴുത്ത്, അതിൻ്റെ അർത്ഥം, ആശയം, ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കൽ എല്ലാം. അതിൽ പലപ്പോഴും നാം അവഗണിച്ചു പോകുന്ന അല്ലെങ്കിൽ വേണ്ടത്ര അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാതെ പോകുന്ന ഒരു മേഖലയാണ് ഖുർആൻ പാരായണം എന്നത്. അത്യാവശ്യം തപ്പിത്തടഞ്ഞ് ചൊല്ലി അങ്ങനെ വായിച്ചു പോവുക എന്നതാണ് പൊതുവെ നമ്മുടെ രീതി. അതേസമയം നമുക്കിടയിൽ ഖുർആൻ പാരായണം നന്നായി അറിയുന്നവർ വളരെ കുറവായിരിക്കും. നിരന്തരം നാം നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് നാം. എന്നാൽ ഒരു നേരത്ത് ഒന്ന് ഇമാമ് നിൽക്കേണ്ട സന്ദർഭം ഉണ്ടായാൽ, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നാൽ എല്ലാവരും പിറകിലേക്ക് വലിയുന്നവരാണ്. കാരണം എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എൻ്റെ പാരായണം മറ്റുള്ളവർ കേട്ടാൽ മോശമല്ലേ എന്നൊക്കെ കരുതിയിട്ട് മെല്ലെ ഉൾവലിഞ്ഞുകളെ. യഥാർത്ഥത്തിൽ ഖുർആൻ പാരായണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. വിശുദ്ധ ഖുർആൻ വറത്തിലിൽ ഖുർആന തർത്തീല, നീ വിശുദ്ധ ഖുർആനിനെ നിർത്തി സാവകാശം പാരായണം ചെയ്യുക എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് തജ്വീദ് എന്നൊരു പാരായണ ശാസ്ത്ര ശാഖ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ നിലക്കുള്ള പുസ്തകങ്ങളും മറ്റു അതിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന CD-കളൊക്കെ നമുക്കിന്ന് ലഭ്യമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പരിശീലിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസ മിന്ന മൻ ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ രാഗാത്മകമായി പാരായണം ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് വിശുദ്ധ ഖുർആനിനെ അലങ്കരിക്കുകയും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. അതൊക്കെ ഖുർആൻ പാരായണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ നാം ഖുർആൻ പാരായണം ചെയ്ത് പരിശീലിക്കേണ്ടതുണ്ട്. സ്വയം അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ധാരാളം CD-കളും മറ്റുമൊക്കെ ലഭ്യമാണ് എന്നതിനാൽ വളരെ എളുപ്പമാണ്. പക്ഷെ അതിന് നല്ലൊരു മനസ്സ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഈ ഉച്ചാരണ ശുദ്ധിയാണ്. അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നിടത്ത് നല്ല വ്യക്തത ഉണ്ടാവുക, എങ്ങനെയാണോ അത് ഉച്ചരിക്കേണ്ടത് അങ്ങനെ ആവുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അതിൽ നമുക്ക് അവലംബിക്കാവുന്നത് അറബി ഭാഷയുടെ ആധികാരിക വക്താക്കൾ എന്ന നിലക്ക് അറബികൾ തന്നെയാണ്. അറബികളുടെ ഖുർആൻ പാരായണം അനുകരിക്കുക, അത് ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്ത് ശീലിക്കുക എന്നതാണ് അതിനെ പറ്റിയ ഏറ്റവും നല്ല മാർഗം. ഇന്ന് മനഃപ്പാഠമാക്കാനും പാരായണം പരിശീലിക്കാനൊക്കെ പറ്റിയ ധാരാളം സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതിനാൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഓരോ സൂറയും ഒന്നാമതായിട്ട് നന്നായി അക്ഷരസ്ഫുടതയോടുകൂടി വായിച്ച് ശീലിക്കാം. ഓരോ വാക്കുകൾ, അക്ഷരങ്ങൾ, വാക്കുകൾ അങ്ങനെ നന്നായിട്ട് അക്ഷരസ്ഫുടതയോടെ വായിച്ച് പരിശീലിക്കാം ആദ്യം. എന്നിട്ട് സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുള്ള ഒരു ഈണമുണ്ട്, ആ ഈണം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് പാരായണം ചെയ്യാൻ കഴിയും. എന്നാൽ പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ട്, അത് സാന്ദർഭികമായിട്ട് നമുക്ക് ഉണർത്താം. സൂറത്തുൽ ഫാത്തിഹയിൽ പാരായണവുമായി ബന്ധപ്പെട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഉച്ചാരണം തന്നെയാണ്. അക്ഷരസ്ഫുടത വളരെ പ്രധാനമാണ്. അക്ഷരങ്ങളുടെ വ്യക്തത ഉണ്ടാവുക എന്നുള്ളത്. കാരണം അക്ഷരങ്ങൾ മാറിപ്പോയാൽ അറബി ഭാഷയിൽ വളരെ പെട്ടെന്ന് തന്നെ വാക്കുകളുടെ അർത്ഥവും ആശയവും ഒക്കെ വല്ലാത്ത വ്യത്യാസമുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ മാഊനില് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ?
ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അനാഥയെ ആട്ടി അകറ്റുന്നവനാണ് അവൻ. ഫദാലിക അല്ലദീ യദുഉൽ യതീം, അനാഥയെ ആട്ടി അകറ്റുന്നവൻ. പൊതുവെ നമ്മൾ അശ്രദ്ധമായി ഓതിപ്പോകുമ്പോൾ, ഒഴുക്കിൽ ഓതിപ്പോകുമ്പോൾ യദുഉൽ യതീം എന്ന് ഓതിപ്പോകാറുണ്ട്. യദു എന്ന് പറഞ്ഞാൽ ദഅ യദു, വിളിച്ചു, ക്ഷണിച്ചു, സൽക്കരിച്ചു എന്നൊക്കെയാണ്. അപ്പൊ അനാഥയെ സൽക്കരിക്കുന്നവൻ എന്നാണ് അപ്പൊ അർത്ഥം യദുഉൽ യതീം. അതേസമയത്ത് യദുഉൽ യതീം എന്ന് പറയുമ്പോൾ അനാഥയെ ആട്ടി അകറ്റുന്നവൻ എന്നാണ്. കണ്ടില്ലേ, തികച്ചും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് അപ്പോൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഖലഖല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. അതേസമയം ഖ എന്നത് മാറിയിട്ട് ഹ ആയാലോ, ഖാന്റെ പുള്ളി നഷ്ടപ്പെട്ടാൽ ഹലഖ എന്നാകും. ഹലഖ എന്ന് പറഞ്ഞാൽ മുടിവെട്ടി എന്നാണ്, മുടിവെട്ടുക എന്നാണ് അർത്ഥം. അപ്പൊ ഹലഖല്ലാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു തആല മുടിവെട്ടി എന്നാകും അർത്ഥം. അപ്പൊ ഇങ്ങനെ വളരെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ, അതിലൂടെ വളരെ ഗുരുതരമായ അർത്ഥവും ആശയത്തിലുള്ള വ്യത്യാസങ്ങൾ വരും എന്നതിനാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിനാൽ പാരായണം വളരെ ബോധപൂർവമായിരിക്കണം. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയിലെ ഉച്ചാരണ ശുദ്ധിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താം. സുക്കൂനിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സുക്കൂനിന് ശബ്ദമില്ലാത്ത അവസ്ഥയാണ് കൂടുതൽ. സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യുമ്പോൾ ബിസ്മി എന്നേ പറയുള്ളൂ, ബിസ്മി എന്ന് പറയാറില്ല. റഹ്മാൻ, റഹ്മാൻ എന്ന് പറയില്ല, റഹ്മാൻ. അതേപോലെ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നഅ്ബുദു, നഅ്ബുദു എന്ന് പറയേണ്ടതില്ല, നഅ്ബുദു. നസ്തഈൻ. ഇഹ്ദിന, ഇഹ്ദിന എന്ന് പൊതുവെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോയാൽ മാത്രം മതി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന മുസ്തഖീം, മുസ്തഖീം. അതേപോലെ സിറാത്തല്ലദീന അൻഅംത, അവിടേക്ക് സുക്കൂനുണ്ട്. അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ളൂബ്. മഗ്ളൂബ്, മഗ്ളൂബ് പറയേണ്ടതില്ല. മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഈ സുക്കൂനാവുക, നിശബ്ദമായ അവസ്ഥയിലാവുക എന്നത് അറബി ഉച്ചാരണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചിലരെങ്കിലും പറയുന്നത് കേൾക്കാം. അപ്പൊ അതൊരു അഭംഗിയാണ്. അക്ബർ എന്നേ ഉള്ളൂ, അല്ലാഹു അക്ബർ. അതേപോലെ പാരായണത്തിലെ ഈ ശ്രദ്ധ പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ഒന്നുകൂടി ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ
റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇങ്ങനെ പാരായണം ചെയ്ത് പരിശീലിക്കാം. അതേപോലെ പ്രസിദ്ധരായ ഖാരികളുടെ ഖുർആൻ പാരായണ വിദഗ്ധരുടെ CD-കൾ സംഘടിപ്പിച്ചുകൊണ്ട് അത് അനുകരിക്കാൻ ശ്രമിക്കാം. ഖുർആൻ പാരായണം ശരിക്ക് ഗുരുമുഖത്ത് നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ്. CD-കൾ ഉപയോഗിച്ചിട്ട് അനുകരിച്ച് ശീലിക്കലാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം അങ്ങനെ പാരായണം പ്രത്യേകിച്ച് നേരെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായ പരിശ്രമവും സാധനയും നടത്തിക്കൊണ്ടേയിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഉണർത്താണ്. സൂറത്തുൽ ഫാത്തിഹയില് നമുക്കിനി പഠിക്കാനുള്ളത് ഫാത്തിഹയുടെ ഉള്ളടക്കം ഒന്ന് പൊതുവായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ അന്തസ്സത്തെയും ഉൾക്കൊള്ളുന്നതാണ്. എന്താണ് ഖുർആനിന്റെ അന്തസ്സത്ത? ഖുർആനിൽ എന്താ ഉള്ളത്? എന്താണോ ഇസ്ലാം അതാണ് ഖുർആൻ. അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറകൾ എന്തൊക്കെയാ? 3 കാര്യങ്ങളാണ്. എല്ലാം കാച്ചി കുറുക്കി പറഞ്ഞാൽ 3 കാര്യങ്ങളായിട്ട് ചുരുക്കി പറയാം. കുറച്ചുകൂടി വികസിപ്പിച്ച് പറയുമ്പോൾ 5, 6, 11 കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാം. ഈമാൻ കാര്യങ്ങൾ 6 ഇസ്ലാം കാര്യങ്ങൾ 5 ഇങ്ങനെയൊക്കെ നമ്മൾ ചൊല്ലി പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്നുകൂടി സംക്ഷിപ്തമായിട്ട് പറയുമ്പോൾ 3 കാര്യങ്ങളിൽ ഒതുക്കി പറയാം. പൊതുവെ നമുക്കൊക്കെ ഉള്ള ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. ഇപ്പൊ ഒരാൾ വന്നിട്ട് എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ എന്താ പറയാം? ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇനി ഉസ്താദിനെ വിളിച്ചാലോ എന്നൊക്കെയാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്ന, നാം അനുഷ്ഠിക്കുന്ന, നാം നമ്മുടെ ജീവിത ലക്ഷ്യമായി കരുതുന്ന ഒരു ആദർശമാണ് ഇസ്ലാം. അപ്പൊ അത് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് 3 അടിസ്ഥാനങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനവും ഒന്നാമത്തേതുമായത് തൗഹീദാണ്. അള്ളാഹുവിന്റെ ഏകത്വം അല്ലെങ്കിൽ അൽ വഹ്ദാനിയ, അള്ളാഹുവിന്റെ ഏകത്വം എന്ന പോയിന്റാണ്. രണ്ടാമത്തേത് റിസാല, പ്രവാചകത്വം എന്നതാണ്. മൂന്നാമത്തേത് അൽ ആഖിറ, പരലോകം എന്നതാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തേത് റിസാല എന്ന് പറയുമ്പോൾ ഈ സന്ദേശം നമുക്ക് എത്തിച്ചു തരുന്ന ആ വഴിയാണത്, അഥവാ പ്രവാചകന്മാരിലൂടെയാണ് സന്ദേശം ലഭിക്കുന്നത്. മൂന്നാമത്തേത് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം പരലോക മോക്ഷമാണ്, അതാണ് അൽ ആഖിറ. ഈ 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് നാം സംസാരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ ഓരോ പേജിലും ഈ 3 ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ അടിസ്ഥാന ആശയം. അപ്പൊ എന്താണ് ആശയം എന്ന് ചോദിച്ചാൽ തൗഹീദ്, റിസാല, ആഖിറ, ഏകദൈവത്വം, പ്രവാചകത്വം, പരലോകം. ഈ 3 വിഷയങ്ങളും സൂറത്തുൽ ഫാത്തിഹ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതിലെ ആദ്യ സൂക്തങ്ങളിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചാണ് മുഖ്യമായിട്ട് പറയുന്നത്. അപ്പൊ അഊദു നമ്മൾ പഠിച്ചു പൊതുവായിട്ട്. പിന്നെ ബിസ്മി പഠിച്ചു. ബിസ്മിയിൽ അള്ളാഹുവിന്റെ ഏകത്വം തന്നെയാണ്. അള്ളാഹു അർ-റഹ്മാൻ അർ-റഹീം എന്ന് പറഞ്ഞ് അവന്റെ നാമത്തിലാണ് ഏത് കാര്യവും ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സൂക്തം, സൂറത്തുൽ ഫാത്തിഹയിലെ 2ാമത്തെ സൂക്തം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂക്തമാണ്. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാണ്, അൽഹംദുലില്ലാഹ് എന്ന് തുടങ്ങുന്ന എത്ര അധ്യായങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്? ഖുർആൻ മറിച്ച് നോക്കിയിട്ടൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. ബിസ്മിക്ക് ശേഷം അൽഹംദുലില്ല കൊണ്ട് ആരംഭിക്കുന്ന എത്ര സൂറകൾ വിശുദ്ധ ഖുർആനിലുണ്ട്? അവ ഏതൊക്കെയാണ്? ഒരു ഹോംവർക്കാണ്. ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കും. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ സജീവമാകാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അന്വേഷണങ്ങൾ ഉപകരിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വർക്ക് തരുന്നത്.
അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ഈ സൂക്തം. അതിന്റെ അർത്ഥം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഹംദ്, ഹംദ് എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതി. ഇതിന്റെ കൂടെ അലിഫ് ലാം ഉണ്ട്. അലിഫ് ലാം, അൽഹംദ്. ഇത് ഹംസത്തുൽ വസ്ലാണ്. അൽഹംദ് എന്തായിരിക്കും അർത്ഥം? അപ്പൊ അവിടെ നമ്മൾ സർവസ്തുതി എന്ന് പറയും. സർവസ്തുതി. അപ്പൊ അലിഫ്ലാം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന ആ ആശയമാണ്. എല്ലാ സ്തുതികളും, സ്തുതിയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അതിൽ വന്നു കഴിഞ്ഞു. സർവസ്തുതി എന്ന് പറയാം. അടുത്തത് ലില്ലാഹ്, ലി പ്ലസ് അല്ലാഹു. ഇങ്ങനെ രണ്ട് വാക്കുകളാണത്. ലി പ്ലസ് അല്ലാഹു. ലിയുടെ അർത്ഥം ഖ് ന് എന്നൊക്കെയാണ്. ഖ് അല്ലെങ്കിൽ ന് എന്ന് പറയാം. ഖ് ന് ഇങ്ങനെയാണ് വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ആശയമില്ലാത്തൊരു വാക്കാണ്. നേരത്തെ നമ്മൾ ബി പഠിച്ചില്ലേ, ബിസ്മില്ല, അഊദു ബില്ല എന്ന പോലെ തന്നെ ഒരു പൂർണ്ണത ഇല്ലാത്ത വാക്കാണ്. ഇതിന് അറബി ഭാഷയിൽ ഹർഫ് എന്നാണ് പറയാം. അപ്പൊ ഒരു പൂർണ്ണമായ ആശയം ഇല്ലാത്തതും മറ്റു വാക്കുകളുടെ കൂടെ ചേരുമ്പോൾ മാത്രം ആശയം ലഭിക്കുന്നതുമായ വാക്കുകളിൽപ്പെട്ടതാണ് ലി. നേരത്തെ ബി പഠിച്ചിരുന്നു. അതുപോലെ മിൻ പഠിച്ചു. മിന ശൈത്താൻ, മിൻ ഇൽ നിന്ന്, ഫ്രം എന്നർത്ഥമുള്ള മിന്ന്. അതുപോലെ അതിൽപ്പെട്ട മൂന്നാമത്തെ ഒരു വാക്കാണ് ലിക്ക് ന് എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹു നമുക്ക് പരിചയമുണ്ട്. അപ്പൊ ലി പ്ലസ് അള്ളാഹ് ഇത് ചേർത്ത് എഴുതുമ്പോൾ ലില്ല എന്നായിട്ട് മാറും. അപ്പൊ അക്ഷരങ്ങൾ കുറഞ്ഞു അല്ലെ? ലീ ഉണ്ട്, പിന്നെ അള്ളാഹുവിന്റെ അലിഫ് നഷ്ടപ്പെട്ടിരിക്കുന്നു, പിന്നെ ഉള്ളത് ഒരു ലാമു കൂടെയാണ്. അപ്പൊ ലി ലാഹി എന്നാണ് വായിക്കേണ്ടത്. ലില്ലാഹ്, അള്ളാഹുവിന് എന്നാണ്. അള്ളാഹുവിന്. അൽഹംദ് സർവസ്തുതി, ലില്ല അള്ളാഹുവിന് ആകുന്നു. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗം. അള്ളാഹുവിനാണ് സർവസ്തുതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ആ ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനാണ് സർവസ്തുതി, അല്ലെങ്കിൽ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നാണ് ഇതിന്റെ ആശയം. സ്തുതിക്കപ്പെടാൻ എല്ലാ അർത്ഥത്തിലും അർഹൻ അള്ളാഹു മാത്രമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ ബാക്കി ഭാഗം നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബ്, റബ്ബ്, റബ്ബുൻ എന്ന് തെൻവീൻ ചേർത്തുകൊണ്ട് എഴുതാം. റബ്ബ് രക്ഷിതാവ്. രക്ഷിതാവ് അല്ലെങ്കിൽ പരിപാലകൻ. എന്നൊക്കെയാണ് റബ്ബ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബുൻ രക്ഷിതാവ് അല്ലെങ്കിൽ പരിപാലകൻ എന്ന് പറയാം. റബ്ബ് എന്ന വാക്കിന് ബഹുവചനമുണ്ട്. ബഹുവചനത്തെ സൂചിപ്പിക്കാൻ അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു ജീം എഴുതും. ജീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമ് എന്നാണ്, ബഹുവചനം. ജമ് എന്ന വാക്ക് ഷോർട്ടായിട്ട് ചുരുക്കി എഴുതുന്നതാണ് ജീം, ബഹുവചനം. ബഹുവചനം. റബ്ബ് രക്ഷിതാവ്. രക്ഷിതാക്കൾ എന്നതിന്
ഇതിന്റെ ജമ്മ അർബാബ് എന്നാണ്. അർബാബ് എന്ന ഈ വാക്കിന് ബഹുവചനായിട്ട് ഉപയോഗിക്കും. രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടില് രക്ഷിതാവുണ്ട്. അതുപോലെ ആരാണോ രക്ഷകനായി വരുന്നത് അയാളാണ് രക്ഷിതാവ് എന്ന് പറയാം. പിന്നെ ഇതിന് മറ്റൊരാശയം പടിപടിയായി വളർത്തുന്നവനാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു സവിശേഷത അതാണല്ലോ. ഒന്നിനെയും അതായിട്ട് പൊടുന്നനെ സൃഷ്ടിക്കുക എന്ന രീതിയല്ല, എല്ലാം ഘട്ടം ഘട്ടമായിട്ട് രൂപപ്പെട്ടു വന്ന് അങ്ങനെ വളർന്ന് വളർന്ന് പൂർണ്ണതയിലെത്തുന്ന രീതിയാണ്. ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത് ഗർഭാശയത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങൾ, ആദ്യം ബീജസങ്കലനം, അതിനുശേഷം വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിട്ട് പൂർണ്ണതയെത്തി, പിന്നെ ഒരു ശിശുവായി, പിന്നെ ബാലനായി, അങ്ങനെ അങ്ങനെ കൗമാരവും യുവത്വവും അങ്ങനെയാണല്ലോ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. എല്ലാം അങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾ. വിത്തിൽ നിന്ന് ചെടി ഉണ്ടാവുന്നു, പിന്നെ അത് വളർന്ന് അങ്ങനെ പൂർണ്ണതയിലെത്തി ഒരു മരമായി, പിന്നെ അത് പൂത്ത് കായ്ച്ച് ഫലം നൽകി അങ്ങനെ എത്തുന്നു. ഇതേപോലെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ കറക്കവും അതുപോലെ ഉദിച്ചുയരുന്നതും പൂർണ്ണത പ്രാപിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു സവിശേഷമായ ഒരു ഗുണമാണ് റബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ അത് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു തആല ആദ്യമായിട്ട് പലയിടങ്ങളിലും റബ്ബ് എന്ന നിലക്കാണ് പരിചയപ്പെടുത്തി തുടങ്ങുന്നത്. അപ്പൊ ഈ സൂറയിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഖുർആനിലെ ആദ്യ വചനം നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ നാഥന്റെ അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. അതുപോലെ മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ സൂക്തമുണ്ട് സൂറത്തുൽ ബഖറയില് 21-ാമത്തെ സൂക്തം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യുവിൻ. ഇങ്ങനെയാണ് എപ്പോഴും അള്ളാഹുവെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് വളരെ പ്രധാനമാണല്ലോ. നിലനിൽപ്പ് വളരെ പ്രധാനമാണ്. അപ്പൊ ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, ഞാനാണ് നിനക്ക് അന്നം നൽകുന്നത്, ഞാനാണ് നിനക്ക് സുരക്ഷിതത്വം നൽകുന്നത് എന്ന് പറയുമ്പോൾ ആരും അയാളിലേക്ക് അടുക്കും. അതുകൊണ്ട് നീ എന്നെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ മനുഷ്യൻ ആ ശക്തിയെ അനുസരിക്കാൻ സന്നദ്ധനാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു എപ്പോഴും തുടക്കം റബ്ബിൽ നിന്ന് ആവുന്നത്. അള്ളാഹു പരിചയപ്പെടുത്തുന്നത് റബ്ബിൽ നിന്നാണ് എന്നതൊരു പ്രത്യേകതയാണ്. ഇനി അടുത്ത വാക്ക് അൽ ആലമീൻ എന്ന വാക്കാണ്. ആലം ആലം ലോകം. ആലം എന്നതിന്റെ ബഹുവചനം ജമ്മ ആണ് ആലമീൻ. ആലമീൻ ഇവിടെ യാ ഉയർത്തിയാണ് എഴുതിയിട്ടുള്ളത്. ഖുർആനിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇങ്ങനെ മീമ് വന്ന് യാ അല്പം ഉയർത്തിയിട്ട് പിന്നെ നൂൻ എഴുതിയിരിക്കുന്നു. ആലമീൻ ലോകങ്ങൾ. അൽ ആലമീൻ എന്ന് പറയുമ്പോഴാ അൽ ആലമീൻ ഹംസത്തുൽ വസ്ൽ, സുക്കൂൻ, ഐൻ, അലിഫ്, ലാമിന് ഫത്ഹ്, കസ്ർ, യ, നൂൻ. അൽ ആലമീൻ സർവലോകങ്ങളും. നേരത്തെ അൽഹംദ് പറഞ്ഞില്ലേ, അപ്പൊ അവിടെയും അലിഫ് ലാമിന് സർവം എന്ന് നമ്മൾ ചേർത്തിരുന്നു. അതേപോലെ അൽ ആലമീൻ സർവലോകങ്ങൾ എന്നായിരിക്കും അപ്പൊ അർത്ഥം. അപ്പോ അൽഹംദ് സർവസ്തുതി ലില്ല അള്ളാഹുവിന്. അവൻ ആരാണ്? റബ്ബ് രക്ഷിതാവാണ്, നാഥനാണ്. അൽ ആലമീൻ സർവലോകങ്ങളുടെയും നാഥനാണ്. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. റബ്ബ് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. ആലം ലോകം എന്നാണ്, ആലമീൻ ലോകങ്ങൾ എന്നാണ്. ആലിം നമുക്കറിയാമല്ലോ, ആലിം പണ്ഡിതൻ, അറിവുള്ളവൻ എന്നാണ് പറയാം. ശരിക്കും ആലിം എന്ന വാക്ക് വന്നത് ആലമിനെ കുറിച്ച് അറിവുള്ളവൻ, ലോകത്തെ കുറിച്ച് അറിവുള്ളവനാണ് ആലിം
എന്ന ഉദ്ദേശത്തിലാണ് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. റബ്ബുൽ ആലമീൻ സർവലോക രക്ഷിതാവ്, സകല ലോകങ്ങളെയും സകല പ്രപഞ്ചങ്ങളെയും രക്ഷിക്കുന്നവൻ, നിലനിർത്തുന്നവൻ, പരിപാലിക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ ആശയം. ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഇഹലോകവും പരലോകവും എന്ന് വ്യാഖ്യാനിക്കാം പൊതുവെ. ഇനി നമ്മുടെ ഭൂമി ഇതുപോലെ മറ്റൊരുപാട് ഗോളങ്ങളും ഗ്രഹങ്ങളും സംവിധാനങ്ങളും ഉണ്ടല്ലോ, അവയെല്ലാം ഉൾപ്പെടാം. ഈ ഭൂമി പോലെ തന്നെ ഇനി മറ്റൊരു ഭൂമി ഉണ്ടാവാം, സമുദ്രങ്ങളും അതുപോലെ പർവ്വതങ്ങളും, ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ പ്രപഞ്ചങ്ങൾ മുഴുവനും അൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതി എന്നാണ് ഈ ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. പൊതുവെ മലയാളത്തിലൊരു ശൈലിയുണ്ട്, സൃഷ്ടി, സ്ഥിതി, സംഹാരം. എല്ലാം സൃഷ്ടിക്കുക, നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുക, അതേപോലെ തന്നെ സംഹരിക്കുക, ഇല്ലാതെയാക്കുക. ഈ മൂന്ന് പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശക്തിക്കാണ് ശരിക്ക് റബ്ബ് എന്ന് പറയാം. സൂറത്തുൽ ആലയുടെ ആദ്യ ഭാഗത്ത് റബ്ബിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് കാര്യവും പറയുന്നുണ്ട്. സൃഷ്ടിക്കൽ മാത്രമല്ലല്ലോ, മനുഷ്യൻ പലതും നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ആ നിർമ്മിക്കുന്നവ പിന്നീട് മനുഷ്യന് തന്നെ ഭാരമായി മാറുന്നു. ഡിസ്പോസിബിൾ, വലിച്ചെറിഞ്ഞ് പ്ലാസ്റ്റിക് പോലെയുള്ളവ പിന്നീട് വലിയ ഭാരമായി മാറുന്നു. പക്ഷെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ സവിശേഷത, അവൻ സൃഷ്ടിക്കുന്നു, അത് പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ നിലനിർത്തുന്നു, അതിനെ പരിപാലിക്കുന്നു. പിന്നീട് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവൻ തന്നെ അതിനെ പ്രകൃതിപരമായി ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല. റബ്ബുൽ ആലമീൻ എന്നതിലെ ആ ആശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചങ്ങൾ അഖിലവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ പടച്ച തമ്പുരാനാണ് സർവസ്തുതിയും എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടി നമുക്ക് ആയത്ത് എഴുതി നോക്കാം. അലിഫിന് ഹംസത്തുൽ വസ്ലാണ്. ഉച്ചാരണം അ എന്ന് തന്നെയാണ്, പക്ഷെ എഴുതുമ്പോൾ ഹംസത്തുൽ വസ്ലാണ് വേണ്ടത്. അൽ സുക്കൂന്, ഹാഇന് ഫത്ഹ്, മീം സുക്കൂൻ, ദാലിന് ദം. അൽഹംദ്. ലാമ എഴുതിയിട്ട് അവിടെ നിർത്താം. വരയോട് ചേർത്ത് ലാമ വരച്ചിട്ട് അവിടെ നിർത്തിയിട്ട് അതിന് മുകളിൽ ഹ ചേർത്ത് എഴുതുന്ന രീതിയാണ് നല്ലത്. അൽഹംദു ലില്ലാഹ്. ലാം ലാം ഹ, ഇത് രണ്ടും ലാമാണ്. പക്ഷെ ഒന്നാമത്തെ ലാമ അല്പം വലുതാക്കിയിട്ട്, അല്പം ചെറുതാക്കിയിട്ട് രണ്ടാമത്തെ ലാമ അല്പം കൂടി വികസിപ്പിച്ചാണ് പൊതുവെ എഴുതുന്നത്. അൽഹംദുലില്ലാഹി. ഇവിടെ ചെറിയൊരു അലിഫ് കൊടുക്കാം. ലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതി. റബ്ബിൽ ആലമീൻ. റബ്ബ്, അൽ ആലമീൻ. റബ്ബ് ബാഇന് കസ്ർ, ഇവിടെ ഹംസത്തുൽ വസ്ൽ. റബ്ബിൽ ആലമീൻ. രണ്ടാമത്തെ ആയത്താണ്. ഖുർആനിൽ ഉള്ളതുപോലെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കും. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പഠിക്കുന്ന ഈ ഖുർആനിന്റെ ലിപി റസ്മുൽ ഉസ്മാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റസ്മുൽ ഉസ്മാനി. ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുന്ന ഖുർആനിലൊക്കെ അങ്ങനെ എഴുതിയത് കാണാം, റസ്മുൽ ഉസ്മാനി എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എഴുതപ്പെട്ട ആ കയ്യെഴുത്ത് പ്രതിയുണ്ടല്ലോ, അതിന്റെ അതേ ലിപിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന, രേഖപ്പെട്ടിരിക്കുന്ന ഖുർആൻ എന്നുള്ളതാണ്. അപ്പൊ അത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പ്രിന്റ് ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഇപ്പൊ മുസ്ഹഫ് മലൈബാർ എന്ന പേരില് പൊന്നാനി ലിപി എന്ന അറിയപ്പെടുന്ന ഒരു ലിപി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കൂടുതൽ ഉപയോഗത്തിലില്ല. ഒരുപക്ഷെ പഴമക്കാരൊക്കെ അങ്ങനെ ഓതുന്നുണ്ടാകാം, എങ്കിലും ഇന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന, ലോകതലത്തിൽ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ലിപി റസ്മുൽ ഉസ്മാനിയാണ്. ഇതാണ് കൂടുതൽ ആധികാരികവും
പുരാതനവുമായിട്ടുള്ള ലിപി. അപ്പൊ ആ നിലയ്ക്ക് സാധാരണ എഴുത്തിൽ നിന്ന് അല്പം കൂടി വ്യത്യാസങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് അൽ ആലമീൻ എന്ന് എഴുതിയപ്പോ അയിന് ഇങ്ങനെ എഴുതാവുന്നതാണ്. അയിന് അലിഫ് വേറെ തന്നെ ആക്കിയിട്ട് എഴുതാം, ആലമീൻ. ഇതാണ് സാധാരണ നമ്മൾ എഴുതുന്ന കയ്യെഴുത്ത് രീതി, ഇങ്ങനെയാണ് ആലമീൻ ഇങ്ങനെ. എന്നാൽ ഈ ഖുർആനില് ഈ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഖുർആൻ എഴുതുമ്പോൾ ഈ രൂപത്തിൽ തന്നെ അനുകരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ മറ്റു കാര്യങ്ങൾ എഴുതുമ്പോൾ ഈ ശൈലിയും നമുക്ക് അനുകരിക്കാൻ കഴിയും. പല വാക്കുകൾ ആ പ്രത്യേകത കാണാം. അർ റഹ്മാൻ എന്ന് എഴുതിയെടുത്ത് ആ പ്രത്യേകതയുണ്ട്. നേരത്തെ ബിസ്മിയിൽ നമ്മൾ അർ റഹ്മാൻ പഠിച്ചില്ലേ, അർ റഹ്മാൻ. ഇങ്ങനെയാണ് സാധാരണ അർ റഹ്മാൻ എഴുതുക. മീമ് ശേഷം അലിഫ് പിന്നെ നൂന് എന്ന രൂപത്തിലാണ്. എന്നാൽ ഖുർആനിൽ എഴുതിയിരിക്കുന്നത് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അർ റഹ്മാൻ, മീമ് നൂന്, എന്നിട്ട് ഇങ്ങനെ മീമിന് മുകളിൽ ഒരു അലിഫ് എഴുതിയിട്ടുണ്ടാവും അർ റഹ്മാൻ എന്ന് എഴുതുമ്പോൾ. ഇതാണ് റസ്മുൽ ഉസ്മാനിയുടെ ഒരു പ്രത്യേകത, അർ റഹ്മാൻ. ഇങ്ങനെ എഴുത്തില് ചില പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട അതേ പ്രിന്റ്, അതേ കോപ്പി തന്നെയാണ് റസ്മുൽ ഉസ്മാൻ. അത് വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയ്ക്ക് ഒരു തെളിവ് കൂടിയാണ്. ചില വാക്കുകളിലൊക്കെ അക്ഷരങ്ങൾ അധികരിച്ചു വന്നതായിട്ടൊക്കെ കാണാം. വജീഅ യൗമ ഇദിൻ, സൂറത്തുൽ ഫജ്റിലെ വജീഅ യൗമ ഇദിൻ ബി ജഹന്നം എന്ന് എഴുതിയെടുത്ത ജീഅ എന്ന വാക്ക് പരിശോധിച്ച് നോക്ക്. കുറച്ച് കൂടുതലായിട്ട് അക്ഷരങ്ങളുണ്ട്. ഒരുപക്ഷെ വായന ഇല്ലാത്ത അക്ഷരങ്ങൾ പോലും കാണാൻ പറ്റും. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ ആധികാരികത, അന്ന് രേഖപ്പെടുത്തപ്പെട്ട അതേ അക്ഷരങ്ങൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ രേഖപ്പെട്ടിരിക്കുന്നു എന്നത് ഈ ഉസ്മാനി ലിപിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ നമുക്ക് അനുകരിച്ച് ശീലിക്കാം. അതാണ് ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രയോജനപ്പെടുക. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്. ഈ വചനം വളരെ പ്രാധാന്യമുള്ളതാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ ബിസ്മി പോലെ തന്നെ നിത്യജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദിക്റാണല്ലോ അൽഹംദുലില്ലാ. എന്തൊക്കെയാ വിശേഷം? സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ പൊതുവെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം തട്ടിമുട്ടി അങ്ങനെ പോകുന്നു, ഇങ്ങനെയാണ് പറയാം. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്റെ മനസ്സിലൊരു പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സ് തുറന്ന് അൽഹംദുലില്ലാ പറയാൻ കഴിയുന്നില്ല. അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറയണമെങ്കിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനായിരിക്കണ്ടേ? ഇങ്ങനെയാണ് നമുക്ക് തോന്നുക. പക്ഷെ യഥാർത്ഥത്തിൽ നാം ആലോചിച്ച് നോക്കാം, ഒരു പ്രയാസം നമുക്കുണ്ടാവും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യരുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. അതേ സമയത്ത് ഒരു പ്രയാസം ഉണ്ടായിരിക്കെ തന്നെ വേറെ 99 അനുഗ്രഹങ്ങൾ അതേ സമയത്ത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു സ്തുതിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും സ്തുതിക്കണം. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രാഥമികമായ സംസ്കാരമായിട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അൽഹംദുലില്ലാ എന്നത് പരിശീലിക്കേണ്ടതുണ്ട്. ഒരാൾ വിശേഷം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറയാൻ കഴിയണം. ഇനി അല്പം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലോ അത് പ്രകടിപ്പിക്കാം. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും, പ്രയാസത്തിന്റെ വേളയിലും ഇനി സന്തോഷത്തിന്റെ അവസ്ഥയിലും ഒക്കെ അള്ളാഹുവിന് തന്നെയാണ് സർവസ്തുതി. കാരണം അവന് മാത്രമേ എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു തരാൻ പറ്റുള്ളൂ. ഈ നിലയിൽ അള്ളാഹുമായുള്ള ആത്മബന്ധം നിലനിർത്തുന്ന ഒരു പ്രയോഗമാണ് അൽഹംദുലില്ലാ. മാത്രമല്ല ബിസ്മിയെ കുറിച്ച് പറഞ്ഞ പോലെ നന്ദി ബോധം പ്രകടിപ്പിക്കുക എന്നൊരു ഉദ്ദേശവും ഇതിന്റെ പിന്നിലുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഓരോ അൽഹംദുലില്ലാ പറയാൻ അവസരം ലഭിക്കുന്നതിനും അള്ളാഹുവോട് നാം ശുക്ർ രേഖപ്പെടുത്തണം. അപ്പൊ അങ്ങനെ ശുക്ർ ചെയ്യുമ്പോൾ വീണ്ടും അതിന് അള്ളാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാ പറയണം. അപ്പൊ അൽഹംദുലില്ലാഹി വശുക്റു ലില്ലാഹ് എന്ന് നിരന്തരം പറയാനേ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയും. ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണോ? അല്ലല്ലോ. ഓരോ നിമിഷവും നാം അറിയാതെ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ തന്നെ എൻ്റെ ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും രക്തചംക്രമണവും ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അങ്ങനെയാണെങ്കിൽ
ഓരോ നിമിഷവും അള്ളാഹുവെ സ്തുതിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് എല്ലാ സന്ദർഭങ്ങളിലും ഓരോ കാര്യം പൂർത്തിയാകുമ്പോഴും അൽഹംദുലില്ലാ ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വെള്ളം കുടിക്കുന്നു. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, എന്നെ കുടിപ്പിച്ച, എന്നെ ഭക്ഷിപ്പിച്ച, എന്നെ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തിയ അള്ളാഹുവിന് സർവസ്തുതി. രാത്രി ഉറങ്ങാൻ കിടന്നു, ഉറങ്ങിപ്പോയി, പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു നിശ്ചയിച്ചാൽ ഇൻഷാ അള്ളാഹ് നേരം പുലരുമ്പോൾ എഴുന്നേൽക്കും. അപ്പൊ എഴുന്നേൽക്കുമ്പോൾ ഉടനെ അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. അള്ളാഹുവിന് സ്തുതി. അല്ലദീ അഹ്യാന, നമ്മെ ജീവിപ്പിച്ച, ബഅദമാ അമാതന, നമ്മെ മരിപ്പിച്ചതിന് ശേഷം, വഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് അന്തിമമായ മടക്കം. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും പുതു വസ്ത്രം ധരിക്കുമ്പോൾ, അതുപോലെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെയും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അത് അള്ളാഹുമായുള്ള ആത്മബന്ധം ദൃഢപ്പെടുത്തുവാൻ ഏറെ പ്രയോജനപ്പെടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവെ സ്തുതിക്കുക, അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്രപഞ്ചത്തെ കാണുകയും ഉൾക്കൊള്ളുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ പിന്നിലെ അവന്റെ ശക്തിയെ തിരിച്ചറിയുകയും ചെയ്ത് അവന് പൂർണ്ണമായും വിധേയനാവുക എന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും ഉണ്ടായിരിക്കണം എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനയാണ്. അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇത്രയെങ്കിലും വേണം. നമസ്കാരം ആരംഭിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാ വന്നു. പിന്നെ അത്തഹിയാത്തുവില് സ്വലാത്ത് വരുന്നുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അപ്പൊ നമസ്കാരം മൊത്തത്തിൽ തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് തീരാണ് അവിടെ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിന് എന്നത് ഒരു മന്ത്രമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയിൽ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ, അങ്ങനെ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുവാനും പഠിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.